അപ്പോൾ കർക്കിടകമൊക്കെ തീരുമല്ലേ, അപ്പോൾ നമുക്കിന്ന് കുറച്ച് മടന്ത പറിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പറമ്പിലേക്ക് കയറിയതാണ് കേട്ടോ. നല്ല മഴയാണ് ഇവിടെ പെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചേമ്പിൻ്റെയൊക്കെ വീട്ടിൽ തന്നെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മടന്തയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. മടന്ത എന്ന് പറയും, ഇവിടെ നമ്മൾ ചേമ്പിൻ്റെ കൂമ്പ് എന്നും പറയും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് പറിച്ചെടുക്കാം. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഒന്ന് മഴ കുറച്ചൊന്ന് തോർന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് പിന്നെ അത് ഒരല്പം മടന്ത പറിച്ചെടുക്കാമെന്ന് കരുതി. സമയത്ത് കഴിക്കേണ്ട ആഹാരമൊക്കെ ഈ സമയത്ത് തന്നെ കഴിക്കണ്ടേ. അപ്പോൾ ഒന്ന് മഴ ചെറുതായിട്ടൊന്ന് തോർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പറമ്പിലേക്ക് കയറാൻ പറ്റാത്ത അത്ര നല്ല മഴയായിരുന്നേ. അപ്പോൾ നമ്മൾ അധികം മൂക്കാത്ത ഇലയും തണ്ടും കൂടെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇല മാത്രം എടുക്കാനായിരുന്നു കരുതിയിരുന്നത്. നോക്കുമ്പോൾ ഇല കുറവാണ്. അപ്പോൾ ഇലയും ചെറിയ തണ്ടും കൂടെ ചേർത്ത് ഉപ്പേരി വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇലയും വിരിഞ്ഞ് വരുന്ന ഇലയും അതിൻ്റെ അധികം മൂക്കാത്ത തളിർത്ത് വന്ന തണ്ടും കൂടെയാണ് എടുത്തത് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പറമ്പിൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-15 ചൂട് ചോളവും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു തവണ ഞങ്ങൾ പൊട്ടിച്ച് നോക്കി, മൂപ്പാവുന്നേ ഉള്ളൂ. പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മൂക്കാനും താമസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ചേമ്പുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മൾ കറി വെക്കുന്ന സാധാ ചെറിയ ചേമ്പും പിന്നെ പാൽച്ചേമ്പും എന്നൊക്കെ പറയുന്ന ആ വലിയ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ചേമ്പിൻ്റെയും മുരടുകളാണ് കേട്ടോ നമ്മൾ പറമ്പിലുള്ളത്. നല്ല മഴയൊക്കെ പെയ്ത് നന്നായി നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇലയും തണ്ടും കൂടെ അടങ്ങിയ ആ ചേമ്പിൻ്റെ താള് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ചീകി എടുക്കാനുണ്ട്. അതിൻ്റെ നാരൊക്കെ ഒന്ന് കളയണമല്ലോ. അപ്പോൾ ഈ പാകത്തിനുള്ള ഇലയാണ് കേട്ടോ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ചുരുണ്ടിരിക്കും, ഒരു സൈഡ് ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നാക്കുമ്പോൾ നന്നായിട്ട് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഒച്ചോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. ചട്ടുകത്തലയും പിന്നെ ഒച്ചുമൊക്കെ കയറി ഒച്ചിൻ്റെ കുഞ്ഞുങ്ങളും മുട്ടയൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നന്നാക്കി എടുക്കുമ്പോൾ നന്നായി ആ ചുരുണ്ട ഇലയൊക്കെ ഒന്ന് നിവർത്തി നോക്കിയിട്ട് അതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു നാരൊക്കെ ഒന്ന് ചീന്തിയെടുത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ വെക്കാൻ. പിന്നെ ഇപ്പോൾ കഴുകുന്നില്ല, എല്ലാം ഒന്ന് നന്നായി നമ്മൾ ചീന്തി എടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ കഴുകി എടുത്തത്. അപ്പം നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചീകിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് നമ്മൾ ഇതൊക്കെ ഒന്ന് ചീകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചേമ്പിൻ്റെ തണ്ടിൽ നിന്നും പെട്ടെന്ന് നമുക്ക് ചീകിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ വലിയ ചേമ്പ് പാൽച്ചേമ്പാകുമ്പം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തണ്ടിൽ നിന്ന് ചീകിയെടുത്താൽ ആ നാര് പോരുമില്ല, അതിൻ്റെ ആ ഒരു തൊലി പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ അതൊന്ന് ചെത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇല ഓരോന്നും നന്നായി ശ്രദ്ധിച്ച് നോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. തണ്ടാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്, എന്നാലും ഇലയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇലയൊക്കെ തിരുളൊക്കെ വിരിഞ്ഞ് പൂവായി തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ അല്ലേ, കർക്കിടകമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിന് പൂവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേമ്പിനൊക്കെ. പിന്നെ ഈ സമയത്ത് നമ്മൾ എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ താള് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, അതിൻ്റെ കൂടെ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇതാ എല്ലാം ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി കഴുകി എടുത്തിട്ട് വരണം. അപ്പോൾ നന്നായി ഓരോ ഇലയും എടുത്ത് നന്നായി കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇലയും തണ്ടൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചുരുളൊക്കെ നിവർത്തി കഴുകിയതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് വലുതായിട്ട് അരിഞ്ഞിടാവുന്നതാണ്. താള് വെച്ചവർക്കറിയാമല്ലോ, പെട്ടെന്നത് വെന്ത് കുഴഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് അധികം ചെറുതായി അരിയണമെന്നൊന്നുമില്ല, കുറച്ച് വലുതായി അരിയാണ്. അതിന് ശേഷം അതേപോലെ അതിൻ്റെ തണ്ടും വലുതായി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേമ്പിൻ്റെ താളിന് കുറച്ച് വേവുണ്ട്. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് സമയം അത് വേവിക്കുന്നത് കൊണ്ട് തന്നെ അതങ്ങ് നന്നായി വെന്തങ്ങ് ഉടഞ്ഞു പോയിക്കോളും. അപ്പോൾ ചെറുതായിട്ടല്ല, ഒരു മീഡിയം വലുപ്പത്തിൽ ഞാനതിൻ്റെ ഇലയും തണ്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് അരിയുമ്പോൾ മോളാണ് വീഡിയോ വിളിച്ചത്, അവളായിരുന്നു അതിനൊക്കെ മിടുക്കിയായിട്ടോ അത് കേട്ടോ. ചെക്കനെ വിളിച്ചപ്പം ചെക്കന് കിട്ടിയില്ല. ചെക്കന് വേറെ വഴി കളിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു, സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമല്ല. അപ്പം ഞാനതിൻ്റെ ഇലയും തണ്ടും നന്നായിട്ടൊന്ന്
അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് എടുത്തിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എടുത്ത് വൃത്തിയായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സുഖമാണ് അരിയാൻ. ചെമ്പിൻ്റെ ഇല പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അത് അരിയുമ്പോൾ തന്നെ നമ്മളത് നന്നാക്കി കഴുകിയെടുത്തതിന് ശേഷം തന്നെ ഒരു ചെറിയ ചൊറിച്ചിലുണ്ടായിരുന്നേ. താളായതുകൊണ്ട് എന്തായാലും ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യുമല്ലോ. ഇതിങ്ങനെ അരിഞ്ഞിടുന്ന കാണുമ്പോൾ അരിഞ്ഞിങ്ങനെ വിട്ട് കാണുമ്പോൾ നല്ല ഒരു രസമാണല്ലേ കാണാൻ. മോളത് കണ്ടപ്പോൾ മോള് പറഞ്ഞു, ഇത് തേയില പോലെ ഉണ്ട്, ഇല ഇങ്ങനെ അരിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല തേയില നുള്ളി വെച്ച പോലെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഒന്നും കൂടെ ഞാൻ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിനാവശ്യത്തിനുള്ള കാന്താരി മുളകും കല്ലുപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരല്പം പുളി പിഴിഞ്ഞ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി വെള്ളം കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി നമ്മൾ കഴിക്കുമ്പോൾ തൊണ്ടക്കൊന്നും ഒരു ചൊറിച്ചിൽ വരണ്ട. അപ്പോൾ പുളി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ പുളി വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു വെള്ളവും നമ്മുടെ ചേമ്പിൻ്റെ താളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും കൂടെ ആകുമ്പോൾ ആവശ്യത്തിന് വെള്ളത്തിൽ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിലിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായി വേവുമ്പോഴാണ് താളിൻ്റെ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറുള്ളൂ. അല്ലെങ്കിൽ താളിന് ചൊറിച്ചിൽ വീണ്ടും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ താളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. വെന്ത താള് നമുക്ക് നന്നായിട്ട് ഒരു 1.5 വെളുത്തുള്ളി നമുക്ക് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ച് നമുക്ക് ആ താളും കൂടെ അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താളിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ മൂക്കാൻ വെച്ചിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത പരുവത്തിലായി കിട്ടണം കേട്ടോ. എന്നാലേ അതിന് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അധിക സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മുടെ കറിക്ക് ആ കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് നമ്മുടെ താള് വേവിച്ച താളൊന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. മൺചട്ടിയിലാണ് താള് ശരിക്കും വെക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മൺചട്ടി അത്രയും വലുതല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് മറ്റേ ചട്ടിയിലൊന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം മൺചട്ടിയിലേക്ക് വറവിട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ താള് കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് എരിവ് കുറവാണെങ്കിൽ നമ്മൾ വെളുത്തുള്ളി കുത്തിയിട്ട് വറവെടുക്കുമ്പോൾ തന്നെ നമ്മൾ എരിവും ആവശ്യത്തിന് ഒരു അല്പം കാന്താരി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനാണോ എന്ന് നോക്കുക കേട്ടോ.